ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ വിവാഹമോചനത്തെ എതിർക്കുന്ന കൂട്ടരാണ്. ചില സഭകളിൽ ചില വിവാഹങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ കാരണത്താൽ ആ വിവാഹബന്ധം പിന്നത്തേതിൽ വേർപെടുന്നുണ്ട്. അതിലാരെങ്കിലും ഒരാളുടെ ലൈഫിൽ നേരത്തെ ഉണ്ടാകുന്ന ഒരു ബന്ധം നിമിത്തം അവരാ ബന്ധം മറച്ചു വെച്ചിട്ട് ഇവർ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ആരോടാണോ ആദ്യം ബന്ധമുണ്ടായിരുന്നത് ആ ആളിലേക്ക് ഇവർ പോവുകയും വിധേയത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഈ ഒരു പ്രശ്നം ഏതിലൊരാൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇതുപോലെ പല കാരണങ്ങളാൽ, ചിലപ്പോൾ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം അവർ ഈ കാര്യങ്ങളൊന്നും പറയാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നീട് അവർ തന്നെ പിന്മാറി നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു എന്ന് മറ്റേയാളെ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കാരണങ്ങളാൽ, അതായത് ഒരു ഭാഗത്തുള്ള ആരെങ്കിലും ഒരാളുടെ കാരണത്താൽ വിവാഹ ബന്ധം വേർപെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റേ ആളുടെ നിലപാട് ആ സഭയ്ക്കറിയാം, ആ കുടുംബക്കാർക്കും എല്ലാവർക്കും അറിയാം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സഭയ്ക്കും കുടുംബക്കാർക്കും എല്ലാം അറിയാം. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു മോനായിരിക്കാം. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആകെ മോൻ്റെ വിവാഹമാണ് നടന്നത്. പിന്നത്തിൽ ഈ കാരണത്താൽ ആ വിവാഹമോചനം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നീടുള്ള കാലം മുഴുവനും ആ മോൻ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വിവാഹം കഴിച്ചേ പറ്റൂ. അത് സഭയ്ക്കും അറിയാം ഇവൻ്റെ എല്ലാ തെറ്റ്, കുടുംബക്കാർക്കും അറിയാം. പക്ഷെ സഭ ഈ കാര്യത്തിൽ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇനി ഞങ്ങളെയും കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കാൻ പറ്റത്തില്ല, വിവാഹമോചനം ദൈവം വെറുക്കുന്നതായതുകൊണ്ട് പറ്റത്തില്ല. പക്ഷെ അവർ വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും. നിങ്ങൾ വേണേൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് സഭയിൽ പോയി പാസ്റ്ററിനോട് പറഞ്ഞ് നിങ്ങൾ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ ഒരു രീതിയിൽ പറയുമ്പോൾ ഇതിന് സപ്പോർട്ടാണ്, കാരണം അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ മറു രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുവരെ ഈ സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവർ, അതായത് ആ കുടുംബം ഒറ്റപ്പെടുകയും ഇതിൻ്റെ പേരിൽ ആ സഭ ഇവർക്ക് യാതൊരു രീതിയിലും സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദൈവികമായ നിയമത്തിൻ്റെ മുമ്പിൽ ഇത് ശരിയാണോ തെറ്റാണോ? മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു വിഷയം മുമ്പിൽ വരുമ്പോൾ എങ്ങനെ ചുവട് വെക്കണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലർക്കും ആശങ്കകളുണ്ട്, പലരും തുറന്നു പറയാൻ മടിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ പാസ്റ്ററിൻ്റെ ധാരണ എന്താണ്? വേദപുസ്തകത്തിലെ ഏറ്റവും പ്രശ്നം നിറഞ്ഞ ഒരു കാര്യമാണ് പാസ്റ്ററിനോട് ചോദിച്ചത്. വിവാഹത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, പ്രത്യേകിച്ച് യേശു തമ്പുരാൻ പറഞ്ഞു, വിവാഹം ആരംഭിച്ചപ്പോൾ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും കൂടെ ഉള്ള ആ വിവാഹം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, കാരണം ദൈവം യോജിപ്പിച്ചതാണെന്നാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് പരീശന്മാർ ചോദിച്ചപ്പോൾ യേശു ഉത്തരം പറഞ്ഞത്. അന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനുമേ ഈ ലോകത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അടുത്ത അധ്യായത്തിൽ പാപം കയറുകയും പാപം അതിൻ്റേതായ ഫലം ചെയ്തു. അന്നു മുതൽ മനുഷ്യൻ ദൈവം വെച്ച ഒറിജിനൽ പ്ലാനിൽ നിന്ന് വ്യത്യസ്തനായിപ്പോയി. അത് വിവാഹത്തിനു മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അവൻ തരം താണു. അങ്ങനെ വന്ന് നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2 വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായി എടുത്തു എന്ന് നാം കാണുന്നു. പിന്നീട് അത് കഴിഞ്ഞ് അബ്രഹാം ഒരു വിവാഹം കഴിച്ചു. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് കുഞ്ഞുണ്ടാകാഞ്ഞതുകൊണ്ട് സാറ നിർബന്ധിച്ച് ഹാഗാറിനെ വിവാഹം കഴിച്ചു. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതല്ല. കാരണം യേശു പറഞ്ഞത് ഒരു പുരുഷന് ഒരു ഭാര്യ, അവരെ വേർതിരിക്കാൻ പാടില്ല, കാരണം ദൈവമാണ് ഈ വിവാഹം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ആരംഭം തുടങ്ങി മാറുന്നുണ്ട്. അബ്രഹാമിന് സന്തതിയെ കൊടുക്കാൻ ദൈവം വാഗ്ദാനം ചെയ്തിട്ട് തിടുക്കം കാണിച്ച് സാറാ പറഞ്ഞതനുസരിച്ച് അബ്രഹാമത്തെ ഏറ്റെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്ലാൻ വിശ്വാസികളുടെ പിതാവ് തെറ്റിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, റേച്ചലിനെയാണ് യാക്കോബ് സ്നേഹിച്ചത്. പക്ഷേ റേച്ചലിൻ്റെ ഫാദർ ലാബാൻ ലേയെ കൊടുത്ത് കളിപ്പിച്ചാണ് യാക്കോബിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ, അത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ യാക്കോബ് ചോദിക്കുന്നു, എന്തോ പരിപാടിയാണ് കാണിച്ചതെന്ന്.
അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരാഴ്ച നീ ഇവളോടുള്ള അവരുടെ കൾച്ചറിൻ പ്രകാരമുള്ള നടപടി തീർക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ റേച്ചലിനെ വിവാഹം കഴിച്ചു കൊടുത്തു. ഈ റേച്ചലും ലേയും അവരുടെ ദാസിമാരെ കൊടുത്തു. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതുമല്ല. പിന്നീട് നമുക്കറിയാം, യൂദ തൻ്റെ ഭാര്യ മരിച്ചു, മക്കൾക്ക് ദേവരധർമ്മ പ്രകാരം ഉള്ള വിവാഹം ചെയ്യേണ്ടതാണ്, താൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നപ്പോൾ തൻ്റെ ഇളയ മരുമകൾ വേശ്യയുടെ വസ്ത്രം ധരിച്ച് അമ്മായിപ്പനെ പറ്റിച്ചു, യൂദയെ പറ്റിച്ചു. അപ്പം യൂദ അത്ര നല്ല ആളായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഈ വേശ്യയുടെ കൂടെ പോയത്. അതിന് ഉണ്ടായ മക്കളെയാണ് പിന്നെ യഥാർത്ഥ ദൈവിക പ്ലാനിൻ്റെ പദ്ധതിയിൽ വന്നിരിക്കുന്ന മക്കൾ. അപ്പോൾ ഇങ്ങനെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരൊക്കെ തെറ്റിപ്പോയി. യേശുവിൻ്റെ കാലം വരുമ്പോഴത്തേനെ ഒരു കറി കരിഞ്ഞാൽ ഭാര്യയെ വിവാഹമോചനം നടത്താമെന്ന് പറയുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്താലും വിവാഹമോചനം നടത്താമെന്നാണ് പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയല്ല ദൈവം വിചാരിച്ചത്. മോശ അങ്ങ് അതിന് അനുവാദം തന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം നിമിത്തമാണ്. അത് പാപം. ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് പാപമാണ്. അപ്പോൾ ഈ പാപമുള്ള സൊസൈറ്റിയിൽ ദൈവം വിചാരിച്ച സംഗതി പ്രകാരമല്ല വിവാഹം നടന്നു പോകുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് പോലും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് വ്യഭിചാര നിമിത്തമല്ലാതെ വേറെ ആരെയെങ്കിലും വിവാഹം കഴിച്ചാൽ, ഒരാളെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരമാണെന്ന്. അത് ലിറ്ററലി ഫിസിക്കലി ചെയ്യുന്ന പാപമാണ്. എന്നാൽ അതേ കർത്താവ് പറഞ്ഞു, ഒരു സ്ത്രീയെ ഹൃദയം കൊണ്ട് മോഹിച്ചാൽ അവളോട് വ്യഭിചാരം ചെയ്യുന്നു എന്ന്. അപ്പോൾ വ്യഭിചാരം എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഒരു സ്ത്രീയെ മോഹിച്ചാൽ ഫിസിക്കലി ചെയ്യുന്ന വ്യഭിചാരം പോലെ തന്നെ തുല്യമായിട്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യഭിചാരം ചെയ്യാത്ത എത്ര പേര് ലോകത്തിൽ കാണുമെന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു സ്ത്രീയോ ഒരു പുരുഷനെയോ ഒരിക്കലെങ്കിലും മോഹിക്കാത്ത പുരുഷനോ സ്ത്രീയോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അതുമാത്രമല്ല, കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല പൗലോസ് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. എന്താ? ഒരു വിശ്വാസിയും തമ്മിൽ ഒത്തുപോകുന്നെങ്കിൽ പോകട്ടെ, എന്നാൽ ഒരു അവിശ്വാസി പിരിഞ്ഞു പോയാൽ ആ വിശ്വാസി ഈ വിവാഹബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നില്ല, ആ കവനൻ്റ് അവിടെ ബാധകമല്ലെന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടെ എന്തു ചെയ്തു? പൗലോസ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കൃത്യമായി ഇതിനൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഏതാ? വേദപുസ്തക പ്രകാരം. എന്നാൽ വേദപുസ്തകത്തിലെ പല പ്രശ്നങ്ങളും നാം വിചിന്തനം ചെയ്യുമ്പോൾ സാറായും ഹാഗാറും തമ്മിൽ ഒത്തുപോകാത്തതിനാൽ ദൈവം പറഞ്ഞു ഒരുത്തിയെ പുറത്താക്കാൻ. കാരണം സാറേ ആ സജഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു ഡിവോഴ്സ് പോലായി എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഭാര്യമാരാ, രണ്ടുപേർക്കും മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരാളെ പുറത്താക്കാൻ പറഞ്ഞു. കാരണം ഇവർ തമ്മിൽ അടിയാണ്, ഇവരുടെ മക്കൾ തമ്മിൽ അടിയാണ്. അപ്പോൾ പുറത്താക്കാൻ പറഞ്ഞു. കലഹക്കാരി സ്ത്രീയോടുകൂടെ പാർക്കുന്നതിനേക്കാൾ തട്ടുംപുറത്ത് പാർക്കുന്നതാണ് നല്ലതെന്ന് ശലോമോൻ പല പ്രാവശ്യം പറഞ്ഞു. തട്ടുംപുറത്ത് താമസിച്ചാൽ ഇറങ്ങി വരാം, എന്നാൽ പിന്നെ മരുഭൂമിയിൽ താമസിക്കാൻ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, താമസിക്കുന്നത് തുല്യമാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുത്തി കലഹക്കാരിയാണെങ്കിൽ അവളോടൊപ്പം താമസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ തലമുറയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്നത്തെ തലമുറയിൽ കാതലിക്സ് തുടങ്ങി ഇന്നുവരെയുള്ള സംഘടനകളൊക്കെ വിശ്വസിക്കുന്നത്, പൊതുവെ അവർ ധരിച്ചിരിക്കുന്നത് വിവാഹമോചനം പാപമാണ്. എന്നാൽ ഈ സംഘടനകളിലൊക്കെ വിവാഹമോചനം നടക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ടും വേദപുസ്തകത്തിൽ അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതിനാൽ എല്ലാവരും ഒളിച്ചും പാത്തുമാണ് ചെയ്യുന്നത്. നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹമോചനം നടന്നിട്ടുണ്ട്. പക്ഷെ അത് നാം പുറത്തു പറയത്തില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ നോ പറയും. നമ്മുടെ കാര്യം വരുമ്പോൾ നാം ആരും അറിയാതെ കാര്യം സാധിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു തലമുറയിൽ ഇതിനിപ്പോൾ ഞാനൊരു ഡയറക്റ്റ് എന്തുത്തരം പറഞ്ഞാലും യേശുവിനോട് അവർ ചോദിച്ച ചോദ്യം പോലെയാണ്. ഈ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ന്യായപ്രമാണപ്രകാരം ഇവൾ വ്യഭിചാരം ചെയ്തു, ഇവളെ കല്ലെറിയണോ എന്നാണ്
മോശ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം. അപ്പോൾ യേശു കല്ലെറിയണമെന്ന് പറഞ്ഞാൽ റോമ ഗവൺമെൻറ് യേശുവിനെ ശിക്ഷിക്കും. കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ പറയും യേശു ന്യായപ്രമാണം പാലിക്കാത്തവനാണെന്ന് പറയും. അതുകൊണ്ട് യേശു ഇത് രണ്ടും പറയാതെ മൂന്നാമത് കാര്യമാണ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന്. എന്നിട്ട് യേശു അവളെ രക്ഷിക്കുക ചെയ്തത് മരണത്തിൽ നിന്ന്, കല്ലേറിൽ നിന്ന്. അവിടെ നോക്കിയാൽ അവിടെ ഒരു അനീതിയാണ് കാണുന്നത്. കാരണം ഒരു സ്ത്രീക്ക് തന്നെ വ്യഭിചാരം ചെയ്യാൻ പറ്റുകയില്ല. അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഇവളോടൊപ്പം വ്യഭിചാരം ചെയ്ത പുരുഷൻ. അവരെ കുറിച്ച് യാതൊന്നും ഈ ജനക്കൂട്ടമോ കൂട്ടിക്കൊണ്ട് വന്ന ഈ സ്ത്രീയെ കുറ്റം ആരോപിക്കുന്ന ആരും പറയുന്നില്ല. യേശുവും ചോദിക്കുന്നില്ല. ചോദിച്ചതുകൊണ്ട് വലിയ പ്രാധാന്യം അവിടെ ഇല്ല. അപ്പോൾ കർത്താവ് എന്തു ചെയ്തു അതേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മരണത്തിന് യോഗ്യരായവരെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും രക്ഷിക്കാനേ പറ്റുകയുള്ളൂ. അതാ യേശു ചെയ്തത്. ഈ പരീശന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ കൈ കഴുകുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞു, അകത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്ത് നിന്ന് വരുന്നതാണ്. അവരെ രക്ഷിച്ചു. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കതിര് പറിച്ചു നിന്നു. അപ്പോൾ പറഞ്ഞു, അവർ എന്ത് മഹാപാതകം ചെയ്തു എന്ന്. അപ്പോൾ യേശു ചോദിച്ചു, നിന്റെ വല്യപ്പൻ ദാവീദ് എന്തുവാ ചെയ്തത്? പുരോഹിതന്മാർക്ക് മാത്രം തിന്നാവുന്ന ആഹാരം തിന്നിട്ട് അതാണ് പറ്റിയില്ല. അപ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളിലും കൃപ കാണിച്ചവനാണ്. ഇനിയും ഈ അബ്രഹാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സർവ്വലോകത്തിൻ്റെയും ന്യായാധിപതി ന്യായം പ്രവർത്തിക്കയില്ലയോ? കാരണം അവിടെ 10 പേരുണ്ടെങ്കിൽ, എവിടെ സോദോമിൽ പാപം ചെയ്യാത്ത 10 പേരുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കയില്ല. 50 തുടങ്ങിയതാണ്. അപ്പോൾ ദൈവം തെറ്റ് ചെയ്യാത്തവനെ വിധിക്കുന്ന ഒരു പരിപാടി വേദപുസ്തകത്തിൽ ഇല്ല. അതാണ് അബ്രഹാമിൻ്റെ വാദത്തിൻ്റെ ഉറപ്പ്. നീതികേട് ചെയ്യാത്തവനെ കർത്താവ് ശിക്ഷിക്കാൻ പാടില്ലെന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിൽ ഒരാൾ കുറ്റക്കാരനും ഒരാൾ കുറ്റക്കാരിയുമാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യത്തില്ല? കുറ്റക്കാരനല്ലാത്തവനെ വിധിക്കാൻ പാടില്ല. യേശു ഇവിടെയൊന്നും കുറ്റക്കാരെ പോലും വിധിച്ചില്ല. അവരുടെ ഭാഷയിൽ ശിഷ്യന്മാർ തെറ്റ് ചെയ്തു, ഈ സ്ത്രീ തെറ്റ് ചെയ്തു. ഇനി സക്കായിയെ നോക്കേ. സക്കായി യേശുവിനോട് ഒപ്പം യാത്ര ചെയ്യുമ്പോൾ കണ്ടവരെല്ലാവരും പാപിയായ ഒരു മനുഷ്യരോട് പ്രവർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് യേശു, അയ്യോ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാൻ അങ്ങനെ വിചാരിച്ചെങ്കിലും നിങ്ങളുടെ കൂടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞില്ല. അവൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ യേശു എല്ലായിടത്തും കൃപയാണ്, കരുണയാണ് കാണിച്ചത്. അവരാരും കുറ്റക്കാരല്ലെന്ന് ഞാൻ പറയുന്നില്ല, വേദപുസ്തകവും പറയുന്നില്ല. അപ്പോൾ കുറ്റക്കാരോട് കരുണ കാണിച്ച ഒരു ദൈവത്തെയാണ് നാം പിന്തുടരുന്നത്. അപ്പോൾ കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിക്കുന്ന മനോഭാവം കർത്താവിനില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും 2, വേദപുസ്തകത്തിൽ പാവങ്ങളുടെ പട്ടിക പുതിയ നിയമത്തിൽ ഒരുപാടുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതേ കാര്യം കുറച്ചുകൂടി ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ എന്താണ് പാപം, അവിടെ വ്യഭിചാരം പറഞ്ഞിട്ടുണ്ട്, അശുദ്ധി പറഞ്ഞിട്ടുണ്ട്, ദുഷ്കാമം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡിവോഴ്സ് പറഞ്ഞിട്ടില്ല. ഈ ഒരു പുതിയ നിയമത്തിൽ ഒരൊറ്റ വാക്യം പോലും പാപങ്ങളുടെ ലിസ്റ്റിൽ എന്തുകൊണ്ടോ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പാപം പെടുത്തിയിട്ടില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിലില്ല, അവിടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെയും ഇത് കാണുന്നില്ല. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിലുണ്ട്, അവിടെയും ഇത് കാണുന്നില്ല. എല്ലാ ലേഖനത്തിലും പാപത്തിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും, വെളിപ്പാട് പുസ്തകത്തിൽ പോലും 22-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ തീപ്പൊയ്യയിലേക്ക് പോകുന്നവരുടെ ഒരു ലിസ്റ്റുണ്ട്. അവിടെ ഒന്നും ഞാനിത് കണ്ടിട്ടില്ല. എന്താണെന്ന് എനിക്കൊട്ട് അറിഞ്ഞും കൂടാ. വിവാഹമോചനം കർത്താവ് പറയും, പൗലോസ് പറഞ്ഞതനുസരിച്ച് ദൈവം വെറുക്കുന്ന പാപം 100%. പക്ഷേ വെറുക്കുന്ന പാപം വേറെ 6 അല്ല 7 എന്ന് പറഞ്ഞ് സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന വലിയ പാപങ്ങളൊന്നുമായി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള പാപങ്ങളാണ്. ഈ ഏതല്ല വെറുപ്പും അറപ്പും ഉണ്ട് എന്ന് ശലോമോൻ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? 6 കാര്യം യഹോവയ്ക്ക് വെറുക്കുന്നു
7 കാര്യം അവൻ അറപ്പാകുന്നു. അബോമിനേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ പിന്നെ ഡിവോഴ്സ് പോലെ തന്നെ. ഗർവുള്ള കണ്ണ്, ഹാ ഹാ, നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള, നമ്മളെല്ലാം വലിയ മിടുക്കന്മാരാണെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. വ്യാജമുള്ള നാവൻ, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെടുന്ന കാല്, പോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അതിൽ 7ാമത് പറഞ്ഞിരിക്കുന്ന വഴക്കുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു സഭയിൽ ഇല്ലാത്തവനുണ്ടെങ്കിൽ ഞാൻ ആ സഭയ്ക്കൊരു 10,000 രൂപ ഇപ്പം കൊടുക്കാം. വഴക്കുണ്ടാക്കുന്നവൻ ആരാ? ദൈവത്തിന് അറപ്പും വെറുപ്പുമാണ്. ആരെപ്പോലെ? ഡിവോഴ്സ് ചെയ്യുന്നവനെ പോലെ. അതേ കാര്യമാണ്. പക്ഷെ നമുക്കതൊന്നും പാപമല്ല. നാം അതിനെയൊക്കെ നീതീകരിക്കും, അതിനെയൊക്കെ വിശുദ്ധ പാപമാക്കി മാറ്റും, ബലഹീനതയാക്കി മാറ്റും. പാപം എല്ലാം പാപമാണ് വേദപുസ്തകത്തിൽ. അപ്പോൾ ഒരാൾ പാപം ചെയ്താൽ മരണകരമായ പാപം ഒരൊറ്റ പാപം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ പാപം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ നിഷേധിച്ചു. കാരണം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ നിഷേധിച്ച ആ ഒരു പാപം മാത്രമേ ക്ഷമിക്കയില്ലെന്ന് യേശു പറഞ്ഞുള്ളൂ. വ്യഭിചാരം ചെയ്ത്, കൊല ചെയ്ത്, ഒളിച്ചു വെച്ച ദാവീദിനോട് കർത്താവ് ക്ഷമിച്ചു. അത് കഴിഞ്ഞെഴുതിയ സങ്കീർത്തനമൊക്കെ നാം വായിച്ച് സന്തോഷിക്കും. ശലോമോൻ ഏകദേശം 1000 പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവസാനം ഒരു മാനസാന്തരം വന്നു, യഹോവയെ ഭയപ്പെട്ട് ജീവിക്കാൻ പറഞ്ഞ് നമ്മളെ താൻ എഴുതിയ സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, സങ്കീർത്തനമൊക്കെ വെട്ടിവിഴുങ്ങും. അപ്പോൾ ഇതുവരോടൊക്കെ കർത്താവ് ക്ഷമിച്ചു. അതിനേക്കാൾ നികൃഷ്ടമായ ജീവിതം ചെയ്താണ് സിംസോൻ. സിംസോന്റെ പേര് വിശുദ്ധന്മാരുടെ പട്ടികയിലുണ്ട് 11-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ. അപ്പം അതിൻ്റെ അർത്ഥം ഏത് പാപം ചെയ്താലും ദൈവം ഇവരോടൊക്കെ ക്ഷമിച്ചു. അപ്പോൾ ഒരു വ്യക്തി ഒരു പാപം ചെയ്തിട്ട് ദൈവത്തോട് ക്ഷമയോദിച്ചാൽ ക്ഷമിക്കുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ക്രൂശിലെ കള്ളൻ അവനൊരു കൊലപാതകനാകാം, ദുഷ്ടനാകാം, മോഷ്ടാവാകാം. അപ്പം അവനോട് യേശു ചോദിച്ചില്ല, ആകാൻ നേരത്ത് വന്നിരിക്കുന്നു. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലിരിക്കും. അവൻ വരുന്ന ലോകത്തിൽ ചോദിച്ചപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന് കാണിച്ച മഹാമനസ്കനാണ് കർത്താവ്. അപ്പോൾ പാപം ചെയ്യാത്ത വ്യക്തി ആ കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനെ കർത്താവ് ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്, അവനെ വിവാഹം കഴിപ്പിക്കുന്നതിന് കർത്താവ് സാക്ഷ്യം കൊടുത്തിരുന്നു. വ്യഭിചാരം ആര് ചെയ്യുന്നുവോ അവനെക്കുറിച്ചേ കർത്താവ് പറഞ്ഞുള്ളൂ. വ്യഭിചാരം ചെയ്യാത്തവനെ വിവാഹം കഴിക്കണ്ടെന്ന് യേശു പറഞ്ഞിട്ടില്ല. ആ മത്തായിയുടെ സുവിശേഷം 2 അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം, ഒരു വ്യക്തി തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് വേദപുസ്തക പ്രകാരം. അതിപ്പോൾ നമ്മുടെ സഭ പറയാത്തതിൻ്റെ കാരണം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ അമേരിക്കയിലെ ആയിട്ട് 42 വർഷമായി. അവിടുത്തെ യൗവനക്കാരെ വിവാഹം കഴിച്ചിട്ട് മോതിരമിടും. അത് പണ്ട് കല്യാണം കഴിച്ച ശേഷം രഹസ്യമായി ഭാര്യയും ഭർത്താവും കൂടി ഇടുകയായിരുന്നു. ഇപ്പോൾ പരസ്യമായി വേദിയിൽ വെച്ച് വിവാഹം കഴിപ്പിച്ചു വിടും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തു. അവിടെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ മോതിരമിട്ടു. വാഴ്ത്തത്തിലൊന്നുമില്ലെന്നേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ട് ചെയ്യും. അപ്പോൾ അതിനെയെല്ലാം ഈ പെന്തക്കോസ്തൽ ലീഡേഴ്സ് അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകാരം മാത്രമല്ല, വിവാഹമെന്നുള്ളത് ദൈവത്തിൻ്റെ ആശയമായതുകൊണ്ട് എല്ലാ വിവാഹത്തെയും നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അത് ദൈവം ആരംഭിച്ചത്. അതുകൊണ്ട് ആരെങ്ങനെ നടത്തിയാലും, അതായത് ഏത് മതത്തിൽപ്പെട്ട ഒരാൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നാലും അതിനു മുമ്പ് അവരായിരുന്ന ആ മതത്തിൻ്റെ രീതി അനുസരിച്ച് നടത്തുന്ന വിവാഹത്തെ നമ്മളെല്ലാം അംഗീകരിച്ചു. രണ്ടാമത് വേറെ വിവാഹം കഴിപ്പിക്കാതെ തന്നെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സഭയുടെ അംഗമാക്കുന്നത്. അപ്പോൾ അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. രണ്ടാമത്, അതിൽ പ്രധാനമായൊരു കാര്യമുണ്ട്. ചില മതവിഭാഗത്തിൽ 2-3 വിവാഹം കഴിക്കാൻ അവരനുവദിച്ചിട്ടുണ്ട്. ഇന്നും വിവാഹം കഴിക്കുന്നുണ്ട്. അത് ഈവൻ ഇസ്രയേലിലുള്ള യഹൂദന്മാരും അങ്ങനെ വിവാഹം കഴിക്കുന്നുണ്ട്. പല മതത്തിലുള്ള മറ്റു പലരും വിവാഹം കഴിക്കുന്നുണ്ട്. ഈവൻ ഞാൻ ഒരു 70-കളുടെ അവസാനം പാലക്കാട്ട് വിവാഹം കഴിച്ചപ്പോൾ ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു വന്നു. ആ കുടുംബത്തിൽ 2 ഭാര്യമാരായിരുന്നു. അവർ 2 പേരും അവരുടെ ഭാര്യയായി തുടരുക. ചേട്ടത്തെയും അനിയത്തിയ. ആദ്യത്തെ ഭാര്യയ്ക്ക് മക്കളില്ലാത്തതിനാൽ വീട്ടുകാർ 2ാമത് അനിയത്തിയെ കെട്ടിച്ചു കൊടുത്തതാണ്. 2 പേരും രക്ഷിക്കപ്പെട്ടു. ആരെയാ തള്ളുന്നത്?
ആരെയും തള്ളാൻ പറ്റത്തില്ല. കാരണം രണ്ടു വിഭാഗവും അവരുടെ മാതാപിതാക്കൾ ചേർന്ന് വിവാഹം കഴിപ്പിച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്യാത്തവൻ്റെ ആ ഭാര്യയും ഭർത്താവിൽ ആര് തെറ്റ് ചെയ്തില്ല ആ വ്യക്തിക്ക് വിവാഹം കഴിക്കാമെന്ന് യേശു തീർത്തു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പൗലോസ് പറയുന്നു, വിശ്വാസി അവിശ്വാസിയുടെ കൂടെ താമസിക്കാൻ മനസ്സുണ്ടെങ്കിൽ താമസിക്കാം, എന്നാൽ വിശ്വാസിയെ തള്ളിക്കളഞ്ഞാൽ അവർ ഈ വിവാഹ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നില്ല. അതൊരു പുതിയ വെളിപ്പാടാണ്, യേശു പറയാത്ത മറ്റൊരു വെളിപ്പാട്. അപ്പോൾ അവിടെ വിവാഹം കഴിച്ചവരാ, അപ്പോൾ വിചാരം അവിടെ ഇല്ല, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, ആകെ വിശ്വാസമാണ് പ്രചാരം. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ അതൊരു കുടുംബജീവിതത്തിന് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തടസ്സമല്ല എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പൗലോസ് പറഞ്ഞത്, നമ്മളെ ഓരോ വാക്യവും ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ നമ്മൾ എടുക്കത്തില്ല. കാരണം പൗലോസ് പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് നല്ലത്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. അപ്പോൾ നമ്മൾ ഏറെ നല്ലതല്ലയോ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അവിടുത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതയുണ്ടാവും വിവാഹം കഴിച്ചാൽ. കാരണം ആ കാലഘട്ടത്തിൽ ഈ സ്വത്തുക്കളെല്ലാം അവർ എടുക്കുകയാണ് ക്രിസ്ത്യാനികളുടെ. മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ മക്കളും ഭാര്യയും ഉണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടതയാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒറ്റ കോണ്ടെക്സ്റ്റേ ഉള്ളൂ അവിടെ. അല്ല വിവാഹം കഴിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ കർത്താവോ വിശുദ്ധന്മാരോ അപ്പോസ്തലന്മാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നാം എടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ കുഴഞ്ഞു പോകും. അതുമാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പേര് തെറ്റ് ചെയ്തവരും വിവാഹം കഴിക്കുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിച്ചവരും കുറേ നാൾ കഴിയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് വന്നിട്ട് വിവാഹം കഴിക്കും. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല, അശുദ്ധി ചിന്തയുണ്ടായി ജീവിക്കാം, പോണോഗ്രഫി കണ്ടുകൊണ്ട് നീ ഇനിയും ജീവിച്ചോ എന്ന് പറയാൻ പറ്റുമോ? അത് പാപമാണ് നമ്മൾ പറയുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വേദപുസ്തകം പറയുന്നത് ഒരാളെ കാമുകി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവൾ. നിങ്ങൾക്ക് അഴലുന്നതിന് ആണെങ്കിൽ വിവാഹം കഴിക്കാം, അതൊക്കെ വേറെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരാൾ അങ്ങനെ ഈ സെക്ഷൽ ലൈഫ് സ്വപ്നവും കണ്ട് ഇന്നലെ ഒരു കുടുംബജീവിതം ഉണ്ടായിരുന്നു, അത് ഇന്നില്ല, അപ്പോൾ പാവനതയിൽ വേറൊരു സ്ത്രീയെ സ്വപ്നം കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു ബന്ധത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പോണോഗ്രാഫി കാണുകയോ ചെയ്തുകൊണ്ട് എന്നും പാവിയായി ജീവിക്കണമോ അതോ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കണോ എന്നുള്ളത് ഏതാ ജനം തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഇതിനൊന്നും നമ്മൾക്ക് ഉത്തരമില്ല. പക്ഷേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വന്ന് ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്ഷമിക്കപ്പെടാത്ത ഒരേ പാപമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിനെ തള്ളുന്നതാണ്. അപ്പോൾ ഒരുത്തന് അബദ്ധം പറ്റി, അവൻ പാപം ചെയ്തു, വിവാഹമോചനം നടന്നു, രണ്ടാമത് അവൻ അഴലുകയാണെങ്കിൽ, അവന് ദുഷ്ടചിന്ത വരുന്നുണ്ടെങ്കിൽ, അവൻ മറ്റുള്ള സ്ത്രീകളെ മോഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ പുരുഷനെ മോഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു രഹസ്യമായ പാപത്തിൽ എന്നേക്കും ജീവിക്കുന്നതിനേക്കാൾ ഒരു സ്ത്രീയെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവൾ അത് മനസാക്ഷി പറയാതെ തെറ്റാണെന്ന് പറഞ്ഞാൽ, ദൈവമേ എൻ്റെ ബലഹീനതയിൽ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ, ഈ വേശ്യാവൃത്തിയം ചെയ്ത് യേശുവിൻ്റെ കാൽക്കൽ വന്ന് തൈലം പൂശിയ സ്ത്രീയോട് യേശു പറഞ്ഞത് ഇവൾ എന്നെ പരീക്ഷനേക്കാൾ കൂടുതൽ സ്നേഹിച്ചെന്നാണ്. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയോട് പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുത്, നീ ഇനിയെങ്കിലും നന്നായി ജീവിക്കണം. അപ്പോൾ ഇവർക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് അനുഭവിച്ച് അവർ പാപം ചെയ്യാതെ ജീവിക്കണം. അതാണ് എൻ്റെ ചിന്താഗതി ഈ വിവാഹത്തെക്കുറിച്ച്.